ഈ മേശപ്പുറത്ത് കയറിയിരുന്ന് തിന്നുന്നത് ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന പല്ലിയൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ വളർത്താണ്ട് തന്നെ വളർന്നു വരുന്ന ഒരു പല്ലിയാണ്. ഇതൊന്നും മാത്രമല്ല, ഇതേപോലെ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഐസ്ക്രീം തിന്നുന്ന പോലെയാണല്ലോ തിന്നുന്നത് വിചാരിക്കുന്ന കറക്റ്റ് തന്നെയാണ്. അത് ഐസ്ക്രീം തന്നെയാണ്. ഞാനവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ചാടിപ്പോയിട്ടോ. അത് തുടക്കാൻ വേണ്ടി തുണിയെടുക്കാൻ പോയ സമയത്ത് കണ്ട കാഴ്ചയാണിത്. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഡയലോഗാണ് കേട്ടോ ഇത്. ഈ പല്ലിക്ക് ഇത്രയും വലിയ നാവാന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. ഇതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാവല്ലേ, 1-2 ഉള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വല്ല കലണ്ടറിന്റെ ബാക്കിലോ ട്യൂബിന്റെ സൈഡിലോ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഇവർക്ക് ഫാമിലി പ്ലാനിംഗ് ഇല്ലാന്ന് നമുക്കറിയൂ. ഒരു ലോഡ് പല്ലി, അത് എവിടെ വെച്ചാലും ഭക്ഷണം നമ്മൾ കഴിക്കാൻ വെച്ച ഭക്ഷണം വരെ അത് തിന്നും. എന്തൊരഹങ്കാരം എനിക്കറിയില്ല. ടേബിളിന്റെ മുകളിൽ വരെ വന്ന് തിന്നാന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ ഇതിന് ഒഴിവാക്കാൻ. അങ്ങനെ കണ്ട ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അതിൽ ആദ്യം തന്നെ പറയുന്നത് കുരുമുളകിന്റെ ഇലയാണ് കേട്ടോ. അതിനുശേഷം ഒരു ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോൾ അങ്ങനെ ഒരു ടാബ്ലറ്റ് പറയുന്നുണ്ട്. പിന്നെ ഈ പല്ലികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം കൂടെ ചേർക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തത് കുറച്ച് പൊരിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ റസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പൊരി എടുത്തു. അതിനുശേഷം കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അതാവുന്നേരം കുറച്ച് മധുരം കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഡോളോയും പൊരിയും എല്ലാം കൂടെ പൊടിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച കുരുമുളകിൻ്റെ ഇലയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തത് തിന്നു കഴിഞ്ഞാൽ അത് പോകുമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് കൊല്ലുന്നതിനെക്കാട്ടും നല്ലത് ഓടിച്ചു വിടുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ അത് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ അത് വന്ന് പിന്നെ കുറച്ച് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മണം വന്നു കഴിഞ്ഞാൽ അത് ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. ആ വീഡിയോയിൽ അവർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ചെറിയ പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് അത് കഴിക്കാൻ വരുന്ന സ്ഥലം. അങ്ങനെ അവിടെയും കൂടെ വെച്ചെടുത്തു. അത് വന്ന് നോക്കുന്നുണ്ട്, പക്ഷേ തിന്നോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഒരു ദിവസത്തേക്ക് അതിനെ കാണാനില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെയും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഈ പല്ലീനെ ഓടിക്കാൻ പറ്റുന്ന ഈസി മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.